മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. സുക്മ ജില്ലയിൽ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പരിശോധന തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഛത്തീസ്ഗഡിൽ ഈ വർഷം ഇതുവരെ 83 കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, മാവോയിസ്റ്റുകൾക്കെതിരെ വലിയ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? സുകുമ ജില്ലയിൽ കിസ്താരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇന്ന് രാവിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ദുരഭിമാന ക്രൂരത. പ്രണയമറിഞ്ഞ രണ്ടാനച്ഛൻ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പെൺകുട്ടിയെ പൊള്ളിപ്പിച്ചു. കൈയിലും ശരീരത്തിലും പൊള്ളലേറ്റ +2 വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ദുരഭിമാന ക്രൂരതയാണ് വെഞ്ഞാറമൂട്ടിൽ ഉണ്ടായിരിക്കുന്നത്. പ്രണയമറിഞ്ഞ രണ്ടാനച്ഛൻ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പെൺകുട്ടിയെ പൊള്ളിച്ചു എന്നാണ് വരുന്ന വാർത്ത. കൈയിലും ശരീരത്തിലും പൊള്ളലേറ്റ +2 വിദ്യാർത്ഥിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, എന്താണ് സംഭവിച്ചത്? മരുതുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വേങ്ങമല അമ്പലത്തിന്റെ പരിസരത്ത് താമസിക്കുന്ന കുടുംബമാണ്. അവിടെ വാടകയ്ക്കാണ് ഈ കുടുംബം താമസിക്കുന്നത്. സാജിദ, അരുൺമോഹൻ. ഇതിൽ സാജിദയുടെ 2ാം ഭർത്താവാണ് അരുൺമോഹൻ. ഈ 2 കുട്ടികളും ഇവർക്കൊപ്പമുണ്ട്. അതിൽ ഇളയ കുട്ടിയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്. സ്കൂൾ തേമ്പാമൂടിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ഇന്ന് രാവിലെ കുട്ടിയും ഈ രണ്ടാനച്ഛനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ പെൺകുട്ടിയുടെ ഒരു പ്രണയബന്ധത്തെ പറ്റി ഇയാൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ പ്രണയബന്ധത്തിന്റെ പേരിൽ കുട്ടിയെ ഇസ്തിരിപ്പെട്ടി വെച്ച് പൊള്ളിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയുടെ കയ്യിലും കാലിലും ഒക്കെ ഇയാൾ ഇസ്തിരിപ്പെട്ടി വെച്ച് പൊള്ളിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയായിരുന്നു. തുടർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പറോട് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ വിരൂപയാക്കാനുള്ള ശ്രമമാണ് ഈ രണ്ടാനച്ഛൻ നടത്തിയത് എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ കന്യാകുളങ്ങര ആശുപത്രിയിൽ വെച്ച് പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളതും കൂടുതൽ അല്പസമയത്തിനുള്ളിൽ തന്നെ വ്യക്തമാകുന്നതായിരിക്കും. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ കയ്യിലും കാലിലും ഒക്കെ പൊള്ളലുകളുണ്ട്. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഈ രണ്ടാനച്ഛനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. അതായത് പ്രജിത്ത്, വളരെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ഈ കുഞ്ഞിന്റെ ദേഹത്ത് എവിടെയൊക്കെയാണ് ഈ ഇത്തരത്തിൽ പൊള്ളലേൽപ്പിച്ചത്? ഈ കുട്ടിയെ വികൃതയാക്കാനുള്ള ഒരു ശ്രമം ഈ രണ്ടാനച്ഛൻ നടത്തി എന്നാണല്ലോ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അവിടെ നിന്ന് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം. ഈ കുട്ടിയുടെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ ഈ സംഭവം ഇങ്ങനെ കുട്ടിയെ പൊള്ളിക്കുന്നതായി കാണുകയായിരുന്നു. കയ്യിലും ശരീരത്തിലും ഒക്കെ പൊള്ളലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ പെൺകുട്ടിയിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. എന്നാലും നാട്ടുകാർ പറയുന്നതനുസരിച്ച് ക്രൂരമായ ആക്രമണമായിരുന്നു. ഈ പ്രണയബന്ധം അറിഞ്ഞതിനെ തുടർന്ന് ആ നാട്ടിൽ തന്നെയുള്ള യുവാവുമായി പെൺകുട്ടിക്ക് പ്രണയബന്ധം ഉണ്ടായിരുന്നു. അത് അറിഞ്ഞതിനെ തുടർന്നുള്ള ക്രൂരതയാണ് ഇയാൾ കാട്ടിയത് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. +2 വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടി. അതുകൊണ്ട് തന്നെ മറ്റ് വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാൻ കഴിയില്ല. പക്ഷേ പ്രാഥമികമായി ഇത്തരം വിവരങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. കുട്ടി ഇപ്പോൾ കന്യാകുളങ്ങര ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഇവർ മറ്റൊരു സ്ഥലത്ത്, അതായത് തിരുവനന്തപുരത്ത് തന്നെയുള്ള പനവൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, പനവൂർ കല്യോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ഈ സാജിദ എന്ന് പറയുന്ന സ്ത്രീയുടെ സ്ഥലം. ഇവർ കുറച്ചു കാലമായി 2 കൊല്ലമായി ഈ പറയുന്ന വേങ്ങമല മരുതുമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് എന്നുള്ളതാണ് നാട്ടുകാർ നൽകുന്ന വിവരം. പെൺകുട്ടിയെ ഇപ്പോൾ ജീവന അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പൊള്ളലേറ്റ പാടുകൾ മാത്രമാണ് ശരീരത്തിലുള്ളത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.